ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചും ഒരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടുന്നു. ആ കാർഡ്ബോർഡ് ബോക്സിൽ രണ്ട് കാലുകളാണുള്ളത്. ഇതേ സമയം തന്നെ നഗരത്തിലെ മറ്റ് രണ്ടിടങ്ങളിൽ നിന്നും രണ്ട് കൈകളും ഒരു ശരീരവും അടങ്ങുന്ന, അല്ലെങ്കിൽ കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട ഒരു ശരീരവും അടങ്ങുന്ന മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബോഡി പാർട്സ്. എന്നാൽ തലയ്ക്ക് പകരം ഈ കൂട്ടത്തിലുള്ളത് ഒരു മാസ്ക് മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുറ്റാന്വേഷണം സ്റ്റാർട്ട് ചെയ്യുകയും കഥാനായകൻ കഥയിലേക്ക് വരികയും ചെയ്യുന്നു. തിരിച്ചറിയാൻ സാധിക്കാത്ത ശവശരീരങ്ങളിൽ നിന്നും മുഖം വരച്ചെടുക്കുന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ട് നായകൻ വരികയാണ്. പൊതുവായി ഇത്തരം കഥകളിൽ വരുന്ന പോലെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഈ നായകൻ ഈ കേസിലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുകയും പിന്നീടുള്ള കുറ്റാന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. സാധാരണ പോലെ തന്നെ നായകന് ഒരു പേഴ്സണൽ ട്രോമയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് എന്നാൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറയുന്നത് വൈഭവ് നായകനായി ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു തമിഴ് മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ സിനിമ രണം അതം തവറൽ. ഒരിടക്കാലത്ത് രാക്ഷസനൊക്കെ ശേഷം തമിഴിൽ ഒരുപാട് ത്രില്ലറുകൾ കുത്തനെ ഒഴുകി വന്നു. മലയാളത്തിലും അതിൻ്റെ ഒരു അലയടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ആ ഒരു ടെംപ്ലേറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അതിനിടയിൽ ചില സിനിമകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊരു വാച്ചബിൾ ഡീസന്റ് ത്രില്ലറായിട്ടാണ് എനിക്ക് ഓവറോൾ ഫീൽ ചെയ്തത്. വൈഭവാണ് നായകനായി എത്തിയിട്ടുള്ളത്. വൈഭവിന്റെ 25ാമത്തെ സിനിമയാണ്. കഥാപാത്രം പുള്ളിക്ക് സെറ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടറായിട്ട് പുള്ളി പറ്റാവുന്ന ഡീസന്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കഥയിലേക്ക് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ത്രില്ലർ സിനിമ പ്രേമിക്ക് തീർച്ചയായിട്ടും കാണാവുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. എന്നാൽ സ്ക്രീൻ പ്ലേയിലേക്ക് വരുമ്പോൾ ചിലയിടത്തൊക്കെ അത് കൺട്രോൾ വിട്ടു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ വിട്ടു പോകുന്നതായിട്ട് തോന്നി. ചില അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും കാര്യങ്ങളും, പിന്നെ ഓരോ ട്വിസ്റ്റിന് വേണ്ടി സീൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയും ഒക്കെ ഒരു വൗ ഫാക്ടറൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഫ്ലാഷ് ബാക്കിലും കാര്യങ്ങളിലും അവർക്കൊരു ഇമോഷണൽ സാധനമൊക്കെ കൊണ്ടുവന്നത് കുറച്ചധികം ലാഗ് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പശ്ചാത്തല സംഗീതവും ക്യാമറയും എഡിറ്റിംഗും തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ മേഖലകളൊക്കെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ലാഗ് ഒന്നും കാര്യമായിട്ട് സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ എല്ലാ വിഷയങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എല്ലാ ക്രൈംസിനും കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പണിഷ്മെന്റിൽ ചില കാര്യങ്ങളെ നമ്മൾ അറിയാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് റൂൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യകതയെ കുറിച്ച് സിനിമ സംസാരിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ കൂടി വരുമ്പോൾ സിനിമ വാച്ചബിൾ എന്നതിനേക്കാൾ ഗുഡ് ടു വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. തിരക്കഥയിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മികച്ച ത്രില്ലറായി മാറാവുന്ന, എന്നാൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.